തെങ്കര പഞ്ചായത്തിലെ UDF കൺവീനർ TK ഫൈസലാണ് ഇപ്പോൾ മണ്ണാർക്കാട് ന്യൂസിനോടൊപ്പം ചേരുന്നത്. സ്ഥിരമായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ LDF ലീഡ് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് തെങ്കര പഞ്ചായത്ത്. ഈ പ്രാവശ്യവും LDF നേതാക്കൾ ലീഡ് നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് തെങ്കര പഞ്ചായത്ത്. എന്താണ് ഈ പ്രാവശ്യം തെങ്കര പഞ്ചായത്തിന്റെ ഒരു അവസ്ഥ? അവിടുത്തെ UDF കൺവീനർ എന്ന രീതിയിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? തെങ്കര പഞ്ചായത്തിൽ UDF വളരെ കൃത്യമായിട്ട് ഞങ്ങൾ 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോളിംഗ് നടന്നതെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് UDF ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീന് 1372 വോട്ട് ലീഡ് തെങ്കര പഞ്ചായത്തിൽ ഉണ്ടാകും. അത് കൃത്യമായിട്ട് ഞങ്ങൾ തെങ്കര പഞ്ചായത്ത് 21 ബൂത്താണ്. ആ 21 ബൂത്തിലെ ചെയർമാനും കൺവീനർമാരും അവിടുത്തെ പോളിംഗ് നടന്നതെല്ലാം പരിശോധിച്ച് UDF ഇത്ര, മറ്റ് കക്ഷികൾക്ക് ഇത്ര എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെ കൃത്യമായ കണക്കാണ് 1372 വോട്ട് UDF ലീഡ് ചെയ്യും. എങ്ങനെയാണ് ഈ 1372 കൃത്യമായ ഫിഗർ പറയാനുള്ള ആത്മവിശ്വാസം എങ്ങനെയാണ്? ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. പോൾ ചെയ്ത വോട്ട് ഞാൻ പറഞ്ഞല്ലോ, പോൾ ചെയ്ത വോട്ടിന്റെയും കണക്കിന്റെയും അടിസ്ഥാനത്തിൽ. ഇതിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA 15 വർഷക്കാലം മണ്ണാർക്കാട് നടത്തിയ വികസനങ്ങൾ 2-3 ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ്റെ പ്രവർത്തന മികവിനാണ് തെങ്കരയിൽ മറ്റ് പഞ്ചായത്തിനൊക്കെ അപേക്ഷിച്ച് തെങ്കര പഞ്ചായത്തിൽ വളരെ കൃത്യമായിട്ട് ഷംസുദ്ദീൻ ഒരു വോട്ടുണ്ട്. വളരെ കൃത്യമത അത് അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള വോട്ടാണ്. പക്ഷേ അവിടെ താങ്കളിപ്പോൾ പറയുന്ന ലീഡ് നേടുന്നവർ പറയുന്ന തെങ്കര പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ഭരിക്കുന്നത് LDF ആണെങ്കിൽ തന്നെ അവരെ സീറ്റ് നില പരിശോധിച്ചാൽ നമുക്കറിയാം 7 UDF, 8 LDF, ബാക്കി BJPക്കുള്ളത്. വോട്ടിംഗ് നില പരിശോധിച്ച് 5 വോട്ടിനാണ് പറശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ട്, ചെറിയ വോട്ടിനാണ് 2-3 വാർഡിന് പരാജയപ്പെട്ടത്. അതുകൊണ്ടും ഇത് പരിശോധിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. തെങ്കരയിലെ UDF കെട്ടുറപ്പായിട്ട് UDF നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഷംസുദ്ദീൻ ഒരു വോട്ട് ചോദിക്കുമ്പോൾ ആളുകളെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിപ്ലൈ ഉണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് കരിമ്പുംകുന്നും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ പോയപ്പോൾ തന്നെ ആളുകൾ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട MLA ആവും പാടും അദ്ദേഹം ഈ 15 വർഷം ഇവിടെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് കഴിയുന്നതിനനുസരിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് വീട്ടമ്മമാരെത്തും ഇവിടെ കിട്ടിയ റിപ്പോർട്ട്. അതുപോലെ തന്നെ തെങ്കരയിൽ നമ്മൾ ഒരു ഇടതുപക്ഷ സഹായത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു അംബാസഡറാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ, പൊതുകാര്യങ്ങൾ ഇടപെടുന്ന കാര്യത്തിൽ ഒരു അംബാസഡർ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലീഡ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ കാരണം. അത് ഞങ്ങൾക്ക് കിട്ടി. കണക്കെടുപ്പ് ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ബാക്കി കണക്ക് ബൂത്ത് ചെയർമാൻ കൺവീനർമാരെടുത്തത്. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പറയുന്നത്. അതിനൊരു തർക്കവും വേണ്ട. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ 5 അക്കത്തിൻ്റെ മുകളിൽ ലീഡ് ഉണ്ടാകും. വൻ ഭൂരിപക്ഷത്തോടു കൂടി 5 അക്കത്തിന് മുകളിൽ 10,000-ന് മുകളിൽ ലീഡ് ഉണ്ടാവും. അപ്പൊ LDF ഭരിക്കുന്ന തെങ്കര പഞ്ചായത്തിൽ ഷംസുദ്ദീൻ ലീഡ് ചെയ്യുമെന്ന് UDF കൺവീനർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയാണ്. UDF അവിടെ ലീഡ് ചെയ്യും. ഞങ്ങൾ UDF ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. മഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. അരനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.